ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ബ്ലാക്ക് വീലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം. അതും നമ്മൾ തന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ഗിഫ്റ്റ് ആവണം നിർബന്ധമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വുഡ് എടുത്തിട്ട്, അതായത് പ്ലൈവുഡിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രിക്കലി ഒരു വുഡ് ആർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാം. അതൊരു ടൂൾ ഉപയോഗിച്ച് ആ ടൂൾ ഉണ്ടാക്കുന്നത് പിന്നെ വുഡ് ആർട്ട് ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അതാദ്യം തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഇതേപോലത്തെ ഒരു പ്ലൈവുഡിൻ്റെ പീസാട്ടോ. ഏകദേശം A4 സൈസിൻ്റെ സൈസിലാണ് നമ്മൾ വെച്ച് തീർത്തിരിക്കുന്നത്. അപ്പം അടുത്തായിട്ട് നമുക്ക് എന്ത് വേണം, ഇതേപോലത്തെ നമ്മുടെ അണ്ണൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. നമ്മൾ ഇതാണ് നമ്മുടെ സ്കെച്ചായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ട സാധനം പറഞ്ഞാൽ ഈ സ്കെച്ച് നമ്മുടെ വുഡിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു കാർബണിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ പ്ലൈവുഡ് പീസ് നമുക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മുടെ കാർബൺ ഇങ്ങനെ വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വിജയിൻ്റെ ഫോട്ടോ നമുക്ക് ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് നമുക്ക് ഇവിടെ അങ്ങോട്ട്, അപ്പൊ നമ്മൾ ഈ ഒട്ടിച്ചെടുത്ത ചിത്രത്തിന്റെ മുകളിൽ കൂടി നമുക്ക് മെല്ലെ ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ നോക്കുന്ന കാര്യം നമ്മുടെ സ്കെച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് ഇലക്ട്രിക്കലി ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, ഒരു ടൂൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ടൂൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ എടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു പെൻസിലാട്ടോ. ഇതിൽ ചെറുതായിട്ടൊരു ഹോൾ എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു സിറിഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സിറിഞ്ചിന്റെ അതേ അളവിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ രണ്ട് വശത്തായിട്ട് ഇതുപോലെ നമുക്ക് ഹോൾ ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഹോൾട്ട് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ സൂചി ഉണ്ടല്ലോ, ഈ സിറിഞ്ചിൻ്റെ സൂചി നമുക്ക് അങ്ങ് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം ഈ പൊട്ടിച്ചെടുത്ത സൂചി നമ്മൾ കെയർ ആയിട്ട് യൂസ് ചെയ്യണം, കാരണം സൂചിയാണ്. ഇതിൻ്റെ ഒരു വശത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കയറ്റി കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു സൂചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ സൂചി നമുക്ക് അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഇതുപോലെ കുറച്ച് ഫ്ലെക്സിക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് എന്ത് വേണം, ഇതുപോലത്തെ ഒരു ഫീമെയിൽ പോർട്ട് വേണം കേട്ടോ, 12 വോൾട്ടിൻ്റെ. ഈ ഫീമെയിൽ പോർട്ടിൻ്റെ ഒരു വയർ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു കമ്പിയിലും നമ്മുടെ അടുത്ത വയർ എടുത്ത് നമുക്ക് അടുത്ത കമ്പിയിലും ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് ഈ സാധനം നമുക്കൊന്ന് ഇൻസ്റ്റലേഷൻ ചെയ്തെടുക്കും. അങ്ങനെ നമ്മുടെ മിഷൻ ഏകദേശം നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ഫീമെയിൽ സോക്കറ്റ് കൊടുത്തു, ഇവിടെ അതേപോലെ തന്നെ നമ്മുടെ 2 വയർ ഇൻസ്റ്റലേഷൻ കറക്റ്റ് ഒരു സെറ്റപ്പ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നമ്മുടെ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടൂളിങ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ 12 വോൾട്ടിൻ്റെ മെയിൽ സോക്കറ്റ് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇലക്ട്രിക്കലി നമ്മുടെ ടൂൾ എല്ലാം സെറ്റപ്പ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ചെയ്യാനുള്ളത് നമുക്കിത് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ അവിടെ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പണിയും തുടങ്ങിയാലോ. അപ്പോൾ ഇതിങ്ങനെ പിടിക്കുക, ഇങ്ങനെ ടച്ച് ചെയ്യുക, അപ്പോൾ അവിടെ ഉരുകിപ്പോവും. കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തം വരച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇലക്ട്രിക്കൽ കണ്ടില്ല ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ തത്വം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് വോൾട്ടേജും കൂടി ചേർന്ന് ചെറുതായിട്ടൊരു തീ വരിക, ഉരുക കണ്ടോ, അതാണ് ഇവിടെ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇലക്ട്രിക്കൽ സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതിങ്ങനെ വരുമ്പോൾ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയില്ലേ, അത് നമുക്കിങ്ങനെ കുറച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ആർട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആർട്ട് കറക്റ്റായിട്ട് തെളിഞ്ഞ് വരും കേട്ടോ. കണ്ടില്ലേ, വീഡിയോ കാണുന്നത് പോലെ നല്ല ലുക്കായിട്ട് വരും കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ വർക്കൊക്കെ അങ്ങനെ ഫിനിഷ് ആയിരിക്കും കേട്ടോ. വിജയാണ് ഫോട്ടോ ഏകദേശം ഒരു ലുക്കായിന്നൊക്കെയാണ് തോന്നുന്നത്. നമ്മൾ ഇലക്ട്രിക്കൽ അടിപൊളിയായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തു. പിന്നെ ആ നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ നീഡിലുണ്ടല്ലോ, അത് ഏകദേശം ഒരു വുഡ് ആർട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ സിറിഞ്ച് ഏകദേശം ഒരു വടിയാവും. അത് പിന്നെ ചെയ്യാനൊന്നും പറ്റില്ല, കാരണം അത് ഉരുകി ഇല്ലാണ്ടായി പോട്ടു. അപ്പം അടുത്ത ഒരു സിറിഞ്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ പിന്നെയും ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ഒരു അടിപൊളി ഒരു സംഭവമാണ്. ഇതൊരു ഫ്രെയിമൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. എന്നാൽ ഇതൊരു ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് ഇത് അങ്ങനെ നമ്മൾ പേപ്പർ വെച്ച് മായ്ച്ചാലും അങ്ങനെ പോകില്ല, അടിപൊളി സാധനമാണ്. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക്